കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. എറണാകുളം ആണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതിയുടെ ആസ്ഥാനം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സാമൂഹ്യശാസ്ത്ര ക്വിസ്. LP UP വിഭാഗം ശാസ്ത്രമേളയിൽ പ്രയോജനകരമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹ്യശാസ്ത്ര ക്വിസിനും മറ്റ് GK ക്വിസുകൾക്കും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിന്റെ കിഴക്കു ഭാഗത്തെ അതിര് ഏതാണ്? കേരളത്തിന്റെ കിഴക്കു ഭാഗത്തെ അതിര് പശ്ചിമഘട്ടം, സഹ്യപർവ്വതം എന്നും വിളിക്കുന്നു. കേരളത്തിലെ 44 നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്ര? 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാർ. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. കേരളത്തിലുള്ള ഒരേയൊരു മയിൽ സംരക്ഷണ കേന്ദ്രം ഉള്ളത് എവിടെയാണ്? ചൂലന്നൂർ. പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വെമ്പനാട്ടു കായൽ. വെമ്പനാട്ടു കായൽ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അറബിക്കടലിന്റെ റാണി എന്ന് വിളിക്കപ്പെടുന്ന നഗരം കൊച്ചി. കൊച്ചിയെയാണ് അറബിക്കടലിന്റെ റാണി എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. ഹൈറേഞ്ച് എന്ന് ഓമനപ്പേരുള്ള മലകൾ, കുന്നുകൾ നിറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയാണ് ഹൈറേഞ്ച് എന്ന് വിളിപ്പേരുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമലയിലുള്ള ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ആകെ എത്ര നിറങ്ങളുണ്ട്? 4 നിറങ്ങൾ: കുങ്കുമം, വെള്ള, പച്ച എന്നിവ കൂടാതെ നീല നിറത്തിൽ അശോക ചക്രവുമുണ്ട്. പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. കോഴിക്കോട് ആണ് പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കപ്പൽ പൊളിക്കുന്ന വ്യവസായം ഉള്ളത് എവിടെയാണ്? അഴീക്കൽ തുറമുഖം. കണ്ണൂർ അഴീക്കൽ തുറമുഖത്താണ് കപ്പൽ പൊളിക്കുന്ന വ്യവസായശാല ഉള്ളത്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. 1984 മെയ് 24 ഈ ജില്ല നിലവിൽ വന്നത്. 14ാമത്തെ ജില്ല. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഒരേയൊരു ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ പുകയില കൃഷി ഉള്ളത്. കേരളത്തിലെ അണക്കെട്ടുകളിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത്? ഇടുക്കി. ഇടുക്കി അണക്കെട്ട് ആണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. കേരളത്തിൽ കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട നഗരം കൊല്ലം. പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഒട്ടേറെ കശുവണ്ടി വ്യവസായശാലകളുണ്ട്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? പൈനാവ്. പൈനാവ് ആണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. കേരളത്തിൽ ആദ്യമായി FM റേഡിയോ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? കണ്ണൂർ. കണ്ണൂർ ആകാശവാണി FM ആണ് കേരളത്തിൽ ആദ്യത്തെ FM റേഡിയോ സ്റ്റേഷൻ. 7 ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾ സ്ഥിരവാസമുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 7 ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾ താമസമുണ്ട്. അറിവിൽ തിളങ്ങാൻ, വിജയം നേടാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിലെ കോട്ടകളിൽ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട.
യക്ഷഗാനം എന്ന കലാരൂപം ഏതു ജില്ലയിലാണ് പ്രചാരത്തിലുള്ളത്? കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത്. കേരളത്തിൽ നാവികസേന പരിശീലന കേന്ദ്രം അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയിലാണ് നാവികസേന അക്കാദമി ഉള്ളത്. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കോഴിക്കോട് ആസ്ഥാനമായി ഭരണം നടത്തിയ രാജവംശം ഏത്? സാമൂതിരി രാജവംശം. സാമൂതിരി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട്. ആയുർവേദ വൈദ്യത്തിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? കോട്ടയ്ക്കൽ. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലാണ് ആയുർവേദ വൈദ്യത്തിന്റെ കേരളത്തിലെ തലസ്ഥാനം. ശബരിമല തീർത്ഥാടന കേന്ദ്രം ഏതു ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ഡാം ഏതു ജില്ലയിലാണ്? നെയ്യാർ ഡാം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ല. കോവളം വിനോദസഞ്ചാര കേന്ദ്രം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ അന്താരാഷ്ട്ര പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏത്? ഗംഗാ നദിയാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി മരിച്ച പഴശ്ശി രാജാവിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടിയിലാണ് പഴശ്ശി രാജാവിന്റെ അന്ത്യവിശ്രമ സ്ഥലം. നമ്മുടെ രാഷ്ട്രഗീതമായ വന്ദേ മാതരം ഗാനം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതര ഗാനം രചിച്ചത്. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുമ്പ. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള മലയാളി ആരാണ്? KR നാരായണൻ. കോട്ടയം ഉഴവൂറുകാരനായ KR നാരായണനാണ് രാഷ്ട്രപതിയായിട്ടുള്ള മലയാളി. കേരളത്തിൽ എവിടെയാണ് കപ്പൽ നിർമ്മാണശാല ഉള്ളത്? കൊച്ചിയിലാണ് കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല ഉള്ളത്. തുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന കവി ആര്? കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ പട്ടണം ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.